ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഷൈൻ SP ആണ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. നിലവിലെ ജനറൽ സർവീസായിട്ടാണ് വന്നേക്കണേ. വണ്ടിക്ക് പറഞ്ഞിരിക്കുന്ന 1-2 കംപ്ലയിൻസുകളൊക്കെ ഉണ്ട്. അതായത് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, സെൽഫ് ഒരു വലിച്ചിൽ കാണിക്കുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്, ബാറ്ററി ചെക്കപ്പ്, ഇൻഡിക്കേറ്റർ ഒരു സൈഡ് തിരിയണ സമയത്ത് വർക്കാവുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് വർക്കാവുന്നുള്ളൂ. പിന്നെ കാർബറേറ്റർ ഭാഗം ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് വണ്ടി സ്ലോ സ്പീഡിലേക്ക് നിൽക്കുന്ന സമയത്ത് ഓഫായി പോകണ കംപ്ലയിൻറ്റ്, വാട്ടർ സർവീസ്, ബസർ ചെക്കപ്പ്, അതേപോലെ ടാങ്ക് ബാഗ് അഴിച്ച് മാറ്റിയിടണം. അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ. അപ്പോൾ നമ്മളതിൻ്റെ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്ന സമയത്ത് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. ലൈനർ നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്, ഒറിജിനൽ അല്ല, പക്ക ഡ്യൂപ്ലിക്കേറ്റാണ്. തന്നെയല്ല ഇതിൻ്റെ ഈ മോഡലൊക്കെ യൂസ് ചെയ്യുമ്പോണ്ടല്ലോ ഈ ഹബ്ബ് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ ഇതിനകത്തേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓൾറെഡി നമ്മുടെ വണ്ടി എന്ന് പറയുമ്പോൾ 1,00,000 ചില കിലോമീറ്റർ ഓടിയുണ്ട്. 1,32,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തേമാനം ഹബ്ബിനുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഒരു ചെറിയ സ്റ്റെപ്പ് പോലെയൊക്കെ ആയിട്ടുണ്ട്. തന്നെയല്ല ഇമാതിരി ലൈനറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് വരുന്ന പൊടി എന്ന് പറഞ്ഞാൽ റഫ്നെസ് ഉള്ള പൊടിയാണ്. അത് പെട്ടെന്ന് തേമാനം ഉണ്ടാക്കാനും അതൊരു കാരണമാവും. അപ്പോൾ ഈ ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ് കഴിഞ്ഞാലാണ് അപ്പോൾ ബ്രേക്ക് ലൈനർ എടുത്ത് മാറ്റാം. ഹബ്ബിനകത്ത് ചെറിയൊരു തേമാനം, ചെറുതല്ല, ഒരു സ്റ്റെപ്പ് പോലെ തേമാനം വന്നിട്ടുണ്ട്. അത് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഈ ബാക്കിലത്തെ വീലിൻ്റെ ഈ ഡാംബർ റബ്ബർ സെറ്റ് മൊത്തം പൊട്ടി വരുന്നത്. അപ്പോൾ അതും കൂടി മാറ്റിയിട്ട് വേണം വീല് സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ ചെയിനൊക്കെ അത്യാവശ്യം ലൂസ് ഉണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാനുള്ളതുണ്ട്. പിന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്റർ കിടക്കണേ, കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അത് എയർ ഫിൽറ്ററൊക്കെ തന്നെ മതി. ബ്രേക്ക് ലൈനർ മാറ്റി വീൽ റബ്ബർ മാറ്റി ആ ഭാഗം ഓക്കെ ആയിക്കോളും. പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 2020 മോഡൽ ആമറോണിൻ്റെ ബാറ്ററി വണ്ടിയിൽ ഇരിക്കണം. ബാറ്ററി 2020 മോഡലാണ്, ഏകദേശം 5 വർഷത്തോളം കംപ്ലീറ്റ് ആവണം. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 12.87 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ലോഡ് ചെയ്ത് നോക്കണം. ലോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് അതിൻ്റെ വോൾട്ട് പോകണമെങ്കിക്കോട്ടെ 7.6 പോവാം. 8.5 എത്തിക്കഴിഞ്ഞാൽ ഡാമേജ് ആയിട്ടാണ് നിലവിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ബാറ്ററി മാറ്റിയാലാണ് സെൽഫിൻ്റെ ആ പ്രോബ്ലം സോൾവ് ആവുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിലിൻ്റെ കേസ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അത് മാറ്റാനും പറഞ്ഞിട്ടില്ല, മാറ്റണ്ടെന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല ജോബ് കാർഡിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ലെവലൊക്കെ ഉണ്ട്, പക്ഷേ കളറിൽ വേരിയേഷനൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ. അതനുസരിച്ച് നമുക്ക് അതിൻ്റെ വർക്ക് കൂട്ടത്തിക്കടെ എൻജിൻ ഓയിൽ മാറ്റണമെങ്കിൽ കൂട്ടത്തിക്കടെ മാറ്റി വിടാവുന്നതാണ്. പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്തു, വലിയ പഴക്കമുള്ള പ്ലഗൊന്നുമല്ല, നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്നേക്കണ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. അതായത് ഇതിൻ്റെ ലൈൻ മാർക്കിംഗ് ഒക്കെ പോയിട്ടുണ്ട്. കാരണം ഞാൻ ഇനി പെട്ടെന്ന് അതിൻ്റെ പാഡ് പ്ലേറ്റ് മേക്ക് കയറി പിടിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബ്രേക്ക് പാഡ് നമുക്ക് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഈ ഫോർക്കിൻ്റെ ഈ സൈഡൊക്കെ ചെറിയൊരു ലീക്കേജിൻ്റെ ആരംഭം തുടങ്ങിയിട്ടുണ്ട്. അത് ഇപ്പോൾ നമുക്ക് ചെയ്യണമെന്നൊന്നുമില്ല, ഓൾറെഡി നിലവിൽ അതിൻ്റെ ഒരു ചെറിയൊരു നനവ് പോലെയൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വണ്ടി ഓട്ടത്തിൽ ഓഫായി പോകുന്നുണ്ടോ, വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ കാർബറേറ്റർ ചെക്കപ്പിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാർബറേറ്റർ നിലവിൽ അഴിച്ചിട്ടില്ല. കാരണം കാർബറേറ്റർ നമ്മൾ അഴിച്ചു നോക്കിയാലാണ് നമുക്ക് എത്രത്തോളം എങ്ങനെയാണ് അതിൻ്റെ ചിലവ് കാര്യങ്ങൾ വരാമെന്ന് പറയാൻ പറ്റുള്ളൂ. സാധാരണ രീതിയിൽ വാക്യൂം പിസ്റ്റൺ നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 500 രൂപയൊക്കെ നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസും അതേപോലെ തന്നെ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലീനറും സ്ലോ ജെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ അതിനകത്ത് തീർന്നു പോകേണ്ടതാണ്. വാക്യൂം പിസ്റ്റൺ ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ടാണ് വരാം. അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. ഞാൻ വണ്ടി കയറ്റിപ്പോൾ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഓൾറെഡി കോൾ അറ്റൻഡ് ചെയ്യണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടൊരു കൺഫ്യൂഷൻ വന്നേക്കണതുകൊണ്ടാണ് ഞാൻ കാർബറേറ്റർ അഴിക്കാത്തത്. അപ്പോൾ ഞാൻ ഏകദേശം കാർബറേറ്റർ അഴിച്ചടക്കം ചെയ്യുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം. അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു പോകാം. എൻജിൻ ഓയിലിൻ്റെ കേസ് തൽക്കാലം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത് നിലവിൽ പറയാത്തത് കൊണ്ട് തന്നെ നമ്മളത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കി നമ്മൾ അതിനകത്ത് പറഞ്ഞ വീലിൻ്റെ റബ്ബർ അതിനകത്ത് വരുന്നുണ്ട്, ബ്രേക്ക് ലൈനർ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്, ബാറ്ററി അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്, ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ കാർബറേറ്റർ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്യണത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ വീഡിയോ കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പരമാവധി വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ ഒന്ന് വിളിക്കാനായിട്ട് നോക്കാം. കാരണം റിപ്ലൈ കിട്ടിയാലാണ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പോൾ അല്ലേ അത് നമുക്ക് പെൻഡിങ്ങിൽ നിൽക്കാതിരിക്കും വേണ്ടി കേട്ടോ. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കിയിട്ടൊന്ന് കൈയോടെ ഒന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ചെയ്താലും മതി.